നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടും പ്രോഗ്രഷനെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്തിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം വേണ്ടതാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, നല്ലതാണ്. പക്ഷേ അത് മാത്രം മതിയോ? അതിൻ്റെ കൂട്ടത്തിൽ ഈ പോസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ചിട്ടും പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടും കൂടിയൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. അതിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഞാനത് പറയാൻ കാരണം, ചില ആൾക്കാർക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്ത് കാര്യം കണ്ടാലും എന്ത് കാര്യം കേട്ടാലും ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഈ കുറ്റം കണ്ടുപിടിച്ചിട്ട്, കുറ്റം മാത്രം കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് മാത്രം പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു പ്രശ്നമാണ്. അത്തരത്തിൽ സ്വഭാവമുള്ള ആൾക്കാരൊന്ന് അത് മനസ്സിലാക്കിയിട്ട് തിരുത്തി വേറെ രീതിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഒരാളിരുന്നിട്ട് 10 നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇത് കേൾക്കുന്ന ഒരു നെഗറ്റീവ് ബോഡിയാണെന്നുണ്ടെങ്കിൽ ആ 10 നല്ല കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നതിനെക്കാട്ടിലും ആ 10ൻ്റെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പൊക്കിയെടുത്ത് വന്ന് വളച്ചോടിച്ച് പണ്ടാറടക്കിയിട്ടങ്ങ് ഇട്ട് തരും. അപ്പോൾ ആ നെഗറ്റീവ് ഒളിക്ക് നെഗറ്റീവ് മാത്രമേ കണ്ണു പറ്റുള്ളൂ. ബാക്കി 10 നല്ല കാര്യങ്ങൾ കണ്ണിലും പെട്ടിട്ടില്ല. ആ നല്ല കാര്യങ്ങൾ, ആ ഉദ്ദേശിച്ചതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ആൾക്കാർക്കൊരു മടി ഉണ്ടാവും. അത് അങ്ങനെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അതൊരു കേമത്തരമെന്നാണ്. പക്ഷെ അത് തെറ്റാ. അത് അവനവൻ തന്നെ ഏതൊക്കെയോ സാഹചര്യത്തിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവനവൻ പോലും അറിയാതെ ഒരു നെഗറ്റീവ് വഴി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ ഒരു സൂചനയാണ്. അപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം, മമ്മൂക്ക ഇന്നൊരു വേദിയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്കൂ. അതിനുശേഷം ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഓൾറെഡി ആ സംഗതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് എൻ്റേതായ ഒരു വേർഷൻ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നോക്കിയെടുത്തിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രസംഗം ഒന്ന് കേൾക്കാം, അതിന് ശേഷം വരാം. പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്കൊരു പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. 2, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിയുടെ ഒരു കൺസേൺ ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ, അല്ലേ? എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാം. പക്ഷേ പുള്ളി അടുത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വളച്ചൊടിച്ചിട്ട് മൂപ്പരെ ഏറി കയറ്റാനുള്ളത് കിട്ടും എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നത്തില്ല. അടുത്ത് എന്തെങ്കിലും വരണമായിട്ട് ഈ നെഗറ്റീവ് ബോളികൾ കാത്തിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി കേൾക്കാം. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള, കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്? നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി, നല്ലൊരു ചിന്തയോടുകൂടി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും വിജയത്തിന് വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ ഇടയൊന്നും ചിലർ കുറ്റം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അയ്യോ, അതിലേക്കൊക്കെ ഞാൻ വരാം. ആ കുറ്റം കണ്ടുപിടിച്ചത് എന്താണ്, വന്ന പോസ്റ്റുകൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ബാക്കി കൂടി കേൾക്കാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല.
ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ പുള്ളി ഇതിൻ്റെ അകത്ത് പറഞ്ഞതിൽ അത്ര ചിന്തിച്ചു കൂട്ടിയിട്ടൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് നമുക്ക് വളച്ചൊടിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഉണ്ടോ? പുള്ളി ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നൊരു പരിപാടി എന്ന് പറയുന്നത് അന്നും ഈ പറയുന്ന വിവേചനങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരുടെ മനസ്സിൻ്റെ അകത്ത് തോന്നിയിട്ടില്ല. എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒത്തൊരുമ എന്ന് പറയുന്നൊരു മീനിങ് ആണ് ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് വരുന്നത്. ഒത്തൊരുമ എന്ന് പറയുന്നൊരു സംഭവം. ആ സിഗരറ്റിൻ്റെ ഉദാഹരണം പുള്ളിക്കാരൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുള്ളി ഒരു സിഗരറ്റ് വലിച്ചിട്ട് പുള്ളിക്ക് പിന്നെ അവസാനത്തെ ഒരു പഫ് കിട്ടുന്നത് ക്ലാസ് എത്തുമ്പോഴായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും വലിക്കുന്നു. അതിൻ്റെ അകത്ത് എല്ലാവരുടെ ഇടയിൽ ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിവേചനങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാവാനും പാടില്ല. അത് ഇപ്പോഴും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ ചിന്തിക്കാൻ പ്രയാസമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് പറ്റാത്തത്? അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അപ്പോഴേക്കും ആൾക്കാർ ഇത് മമ്മൂക്ക സിഗരറ്റിനെ പ്രൊമോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ സിഗരറ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയാമോ എന്നുള്ളൊരു കൈൻഡിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോയി. എന്തോ സിഗരറ്റിലേക്ക് മാത്രം ആൾക്കാർ അങ്ങ് ഒതുങ്ങി. ഈ വിമർശിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർ, വിമർശിച്ച പോസ്റ്റുകൾ ഇടുന്ന ആൾക്കാർ ഈ സിഗരറ്റിനെ കുറിച്ചിട്ട് ആ ഒരു ഉദാഹരണം പറഞ്ഞതിലേക്ക് മാത്രം അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. അതൊരു നെഗറ്റീവോളിസം അല്ലേ? ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ അകത്തൊരു പോസിറ്റീവ് മീനിങ് ഉണ്ട്, ഒരു ഇന്നർ പോസിറ്റീവ് മീനിങ് ഉണ്ട്. ആ ഇന്നർ പോസിറ്റീവ് മീനിങ്ങിനെ കാണുന്നതിന് പകരം ആൾക്കാർ നെഗറ്റീവിലേക്ക് ചിന്തിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിഗരറ്റ് ഇങ്ങനെ പറയാമോ എന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങ് പോയി. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവേചനങ്ങളൊന്നും ഉണ്ടാവരുത്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പോഴേക്കും വന്ന പോസ്റ്റുകൾ അത് വായിക്കേണ്ടത് തന്നെയാണല്ലോ. ഇന്ന് മമ്മൂട്ടി പറഞ്ഞ ആ പ്രസ്താവനയും ആ പ്രസ്താവന പറയാൻ തിരഞ്ഞെടുത്ത സ്ഥലവും എത്രത്തോളം തെറ്റായ ഒന്നായിരുന്നു. ഭയങ്കര തെറ്റായി പോയിട്ടാ. ഇങ്ങനെ വല്ലതും എവിടെയെങ്കിലും പറഞ്ഞത് മോഹൻലാൽ ആയിരുന്നു എങ്കിലോ ഇപ്പോൾ മച്ചാൻസ്, ICU തുടങ്ങിയ ഗ്രൂപ്പിലെല്ലാം മോഹൻലാൽ എന്ന നടനെതിരെ എത്രത്തോളം ആക്രമണം അഴിച്ചു വിട്ടേനെ. അമ്പമ്പമ്പമ്പോ. ഈ പറഞ്ഞ കാര്യം ലാലേട്ടൻ പറഞ്ഞാലും മമ്മൂക്ക പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റേണ്ട കാര്യമില്ല. ആരും ഇപ്പോൾ ലാലേട്ടൻ ഇതേ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യതയൊന്നും ഇല്ലെന്നേ. സീരിയസ്ലി ഇല്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. ഈ പോസ്റ്റ് ഇട്ട ചങ്ങായി വെറുതെ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്തിനാണത്? ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയിരുന്ന് കുറ്റമൊക്കെ കണ്ടുപിടിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ചിന്താഗതിനെ തന്നെ നെഗറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്തിനാണ് അത്ര കഷ്ടപ്പെടുന്നത്? നമുക്ക് ഏതൊരു കാര്യത്തെയും വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ? അതിന് പല ആൾക്കാർക്കും മുതിരാൻ വയ്യ. എല്ലാവർക്കും നെഗറ്റീവ്സിനോടാണ്, നെഗറ്റീവ് പറയാനും നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് താല്പര്യം. എന്ത് ചെയ്യാനാ? ഇപ്പോഴും ആ പറഞ്ഞ പ്രസ്താവന എത്ര തെറ്റ് എന്ന രീതിയിൽ ഒരു പോസ്റ്റും എങ്ങും ആരും ഇട്ട് കണ്ടില്ല. പുള്ളിയുടെ പരാതി അതാണ്. ആരും പ്രത്യേകിച്ച് കാര്യമായിട്ട് കുറ്റം പറയുന്നതൊന്നും കണ്ടില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു സംഘത്തിൽ പ്രസംഗിച്ചുകൊണ്ട് എന്തിൻ്റെ ഉദാഹരണമായാൽ പോലും പറയുകയാണ്, കോളേജ് ഗേറ്റ് മുതൽ ഞങ്ങൾ മാറി മാറി സിഗരറ്റ് വലിച്ചു, ക്ലാസ് റൂം വരെ എത്തി എന്ന്. അങ്ങനെയല്ലല്ലോ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇവിടെ പോസ്റ്റ് പുള്ളിക്കാരൻ ഇട്ടപ്പോഴേക്കും മമ്മൂക്ക പറഞ്ഞ കാര്യത്തിൻ്റെ മീനിങ് അങ്ങനെ അങ്ങ് മാറിപ്പോയി. ഇതിനാണ് നമ്മൾ വളച്ചൊടിക്കുക എന്ന് പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത്. നോക്കിയേ, കോളേജ് ഗേറ്റ് മുതൽ ഞങ്ങൾ മാറി മാറി സിഗരറ്റ് വലിച്ചു, ക്ലാസ് റൂം വരെ എത്തി എന്ന്. അത് ശരി, പുള്ളി വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു വന്നൊരു കാര്യത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് മെൻഷൻ ചെയ്തിട്ടാണ് പോസ്റ്റിൽ പടച്ചു വിടുന്നത്. ഇത് ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയല്ലേ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, മാറ്റി നിർത്തണം. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാരണമാണ് വെറുതെ ഈ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ ഉണ്ടാവുന്നത്. ഞാൻ പോലും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരിക്കലും ഇതിൻ്റെ ഒന്നും പേരിൽ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ല് കൂടരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കുറേ വേട്ടാവിളിയന്മാർ ഓരോ എന്താണ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടൊക്കെ മുമ്പോട്ട് വരും. അത് ചെയ്യരുത്. എന്തിനാത്?
മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഒരു അഭിമാനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരാണ്. എന്തിനാണ് ഒരു വിരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാനൊരു സാഹചര്യം ഉണ്ടാക്കണത്? എന്തിനാണത്? വിട്ട് കളഞ്ഞൂടെ? ഈ പോസ്റ്റാണ് എനിക്ക് ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നിയത്. ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ എന്നൊക്കെ പറയുന്നത് കഷ്ടം. പിന്നെ ബാക്കി കേരളത്തിലെ ഏറ്റവും മികച്ച കലാപ്രതിഭകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ മാതാപിതാക്കളുടെയും മുമ്പിൽ മമ്മൂട്ടി എന്ന നടന് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ ഇത്? ഇത് എന്ത് കൊള്ളാവുന്ന വാക്കുകളെന്ന് എനിക്ക് ഒന്നും പറയാനില്ല. ഈ പോസ്റ്റ് ഇട്ട ചങ്ങാതി ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. യഥാർത്ഥ ജീവിതത്തിലും പുള്ളി ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഏതൊരു കാര്യത്തെയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ലൈഫിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഏതൊരു കാര്യത്തെയും വളരെ ക്രിട്ടിക്കലായിട്ട് മാത്രമായിരിക്കുമല്ലോ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇങ്ങനെയൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ, അല്ലേ? ആ രീതിയിലായിരിക്കും എല്ലാം എടുക്കുന്നുണ്ടാവുക. അത് ഭയങ്കര കഷ്ടമായിരിക്കും അവർക്കും അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പറയാം, അയ്യോ മമ്മൂക്കിക്ക് എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ, നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷേ സിഗരറ്റിൻ്റെ ഒരു ഉദാഹരണം മാറ്റിയിട്ട് വേറൊരു നല്ലൊരു ഉദാഹരണം ആക്കി പറയാമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് സാധനമുണ്ട്. അങ്ങനെയും പറയാം. അതൊരു ക്രിറ്റിസിസം, പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടൊരു സംഭവമാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടൊരു പരിപാടി ആക്ച്വലി ഇല്ല. കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അത് കൺവിൻസിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഇത്രയും വലിയൊരു പോസ്റ്റ് ആരും ഇതിനെതിരെ പറഞ്ഞത് കണ്ടില്ല, ലാലേട്ടനാണ് ഇതുപോലെ പറഞ്ഞത് എങ്കിൽ ഇപ്പം കാണാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പടച്ചു വിടുന്ന സമയത്ത് അവിടെ പോയി അതൊരു നെഗറ്റീവ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആക്ച്വലി പറയേണ്ടി വരും. ഓവറായിട്ട് ഒരു കാര്യത്തെ നെഗറ്റീവായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. കഴിഞ്ഞിട്ടില്ല. വേറെയും കുറേ ട്രോളുകളും പരിപാടികളും ഒക്കെ ആയിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ചാൻസ് ആണല്ലോ. ഒന്നാമത്തെ ഒരു കാര്യം, മമ്മൂക്ക ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എന്നുള്ളൊരു സംഭവം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പം കുറേ ഹെയ്റ്റേഴ്സിന്, അത് മോഹൻലാൽ ഫാൻസ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. മോഹൻലാൽ ഫാൻസിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് മമ്മൂട്ടിനെ വളരെ ജെനുവിനായിട്ട് ആക്ച്വലി ഇഷ്ടമാണ്. പിന്നെ കുറേ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് അവിടെ നിന്ന് മമ്മൂട്ടിക്കുണ്ട് മോഹൻലാലിനുണ്ട്. ആ ടോക്സിക് ആയിട്ടുള്ള ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചളിവാരി എറിയും. ആ ചളിവാരി എറിയുന്ന കൂട്ടത്തിലുള്ള ചില ടോക്സിക് ഫാൻസിനെ പുള്ളി അപ്ഡേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നതിനെ എങ്ങനെയെങ്കിലൊക്കെ തിരുത്തണം. പുള്ളി അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു സംഭവം അതൊക്കെ വെറുതെ പറയുന്നത്. പുള്ളി അപ്ഡേറ്റഡ് ഒന്നുമല്ല, അത് അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ തെളിയിക്കണം. അപ്പോൾ ഇത് തെളിയിക്കാനുള്ളൊരു അവസരം തേടിയിട്ടാണ് കുറേ ആൾക്കാരൊക്കെ നടക്കുന്നത്. അപ്പം ആ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി മെനക്കെട്ടിട്ടുള്ള പ്രവർത്തനമാണ് ഈ കാണുന്നത്. എന്തിനാണ് ഈ മെനക്കെടുന്നത്? പുള്ളി അപ്ഡേറ്റഡ് ആണ്, ഓക്കെ, പുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അത് പൊയ്ക്കോട്ടെ. പുള്ളി അപ്ഡേറ്റഡ് അല്ല എന്ന് തെളിയിക്കാൻ ആർക്കാണ് ഇത്ര ആക്രാന്തം? അതൊരു ടോക്സിസിറ്റി അല്ലേ? ഞാൻ ഇപ്പോഴും പറയുന്നു, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ലാലേട്ടനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ഫാൻ ബേസിൻ്റെ ഉടമയോ അല്ലെങ്കിൽ ഒരു ഭാഗമോ അല്ല. നമുക്ക് എല്ലാത്തിനെയും ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് വേണ്ടത്. ഞാൻ പറയുന്നു, മമ്മൂട്ടിയുടെ ഫാൻസിൽ നല്ലതുണ്ട്, ലാലേട്ടനിലും നല്ലതുണ്ട്, രണ്ടുപേരിലും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഞാൻ പറയുന്ന സാധനം കൊണ്ടാൽ മതി. എന്തിനാ തമ്മിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? എന്തിനാ തമ്മിൽ കുറ്റം കണ്ടുപിടിക്കാനും തമ്മിൽ തല്ലാനും നിൽക്കുന്നത്? സ്വന്തം വീട്ടിൽ കഞ്ഞി വെക്കാനുള്ള വകുപ്പുണ്ടാക്കൂ, സ്വന്തം വീട്ടിൽ ആഹാരം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കൂ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കൂ. അല്ലാതെ തമ്മിൽ തല്ലിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്ത, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത്? അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സമയം വേസ്റ്റ് അല്ലേ? അടുത്തത്, അപ്പോൾ കുട്ടികളെ, ഗേറ്റിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് വലിച്ചു തീർക്കുക. പഫ് ഷെയർ ചെയ്യുന്നതിന് ആളും തരവും ഒന്നും നോക്കേണ്ടതില്ല. ഗ്രേറ്റ് അഡ്വൈസ്. കണ്ടില്ലേ? അപ്പം സിഗരറ്റിലേക്ക് മാത്രം അങ്ങോട്ട് ഫോക്കസായി. അപ്പം പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള സംഭവത്തിൽ നിന്ന് വിട്ടിട്ട്, അല്ലെങ്കിൽ പുള്ളി നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞൊരു സംഭവത്തിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അങ്ങ് ആക്കി സിഗരറ്റിലേക്ക് മാത്രമായി അങ്ങ് ഒതുക്കി അതിൻ്റെ അകത്ത് വേറൊരു മീനിങ്ങിനെ കണ്ടെത്തിയിട്ടാണ് അടിച്ചുവിടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണോ ടോക്സിസിറ്റി പറയുന്നത്, അതോ അതിനെ വളച്ചൊടിച്ചിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ അങ്ങ് അടിച്ച് വിടുന്ന ആൾക്കാരാണോ ടോക്സിസിറ്റി പ്രചരിപ്പിക്കുന്നത്? അപ്പോൾ ആരാ കൂടുതൽ ഡേഞ്ചർ? ആരാണ് ഡേഞ്ചർ? പറയൂ, ആരാണ് ഡേഞ്ചർ? ഹു ഈസ് മേക്കിംഗ് തിങ്സ് മോർ കോംപ്ലിക്കേറ്റഡ്? പുകവലിയിൽ വിവേചനമില്ല എന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇക്ക. മമ്മൂട്ടി ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണല്ലോ, നിങ്ങളെല്ലാവരും സിഗരറ്റ് വലിക്കണം, സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വിവേചനവും നിങ്ങളുടെ ഇടയിൽ പാടില്ല കേട്ടോ, നിങ്ങൾ നന്നായി വലിക്കൂ, ആഞ്ഞു വലിക്കൂ, ആവേശത്തിൽ വലിക്കൂ, എല്ലാവരും വലിക്കാൻ പ്രോത്സാഹിപ്പിക്കൂ എന്നാണല്ലോ ഇക്ക പറഞ്ഞത്, അല്ലേ? അല്ല, ഇവൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. പുകവലിയിൽ വിവേചനമില്ല എന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇക്ക. ഈ പോസ്റ്റ് ഇട്ടവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ടോക്സിസിറ്റിയുടെ എക്സ്ട്രീം ലെവല് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. അതായത് ഇപ്പോൾ മമ്മൂക്ക പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്ത് ഒരു തെറ്റ് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം.
തെറ്റിനെ ഇപ്പം നമുക്ക് ഇപ്പോൾ എനിക്ക് ശരിയായി തോന്നി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായി തോന്നിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം. തെറ്റായി തോന്നിയ കാര്യത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. പക്ഷേ തെറ്റായിട്ട് തോന്നിയൊരു കാര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരാളോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ നമുക്കൊരാളോട് ഒരു ഉള്ളതുപോലെയാണോ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്? അപ്പോൾ പിന്നെ അതൊരു എന്താണ് പറയുക, ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവില്ലല്ലോ. ഇതൊരുമാതിരി ഇത്തരത്തിലുള്ള പോസ്റ്റ് കാണുന്ന സമയത്ത് ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നല്ല ഉദ്ദേശമല്ല ഈ പോസ്റ്റ് ഇട്ട ആൾക്കാരുടെ. അല്ലെങ്കിൽ ഒരു എന്താണ് മമ്മൂക്ക പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളൊരു സംഭവത്തെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കാനുള്ളൊരു ഉദ്ദേശമൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് വെറുതെ അങ്ങ് ഹെയ്റ്റ് പരത്തിയേക്കാം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. വെറുതെ അങ്ങ് കളിയാക്കാം, വെറുതെ അങ്ങ് ചളി വാരി എറിയാം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം അതും നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ മമ്മൂക്ക പറഞ്ഞത് പ്രശ്നമാണേ, മമ്മൂക്ക പറഞ്ഞത് സീനാണേ, മമ്മൂക്ക പറഞ്ഞത് അത്തോണേ ഇത്തോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കണകുണ അടിക്കുന്ന ആൾക്കാരാണ് ഈ ടീമുകൾ. പക്ഷെ ഈ ടീമുകൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില രീതികൾ എന്ന് പറയുന്നത് ടോക്സിസിറ്റിയുടെ എക്സ്ട്രീം എൻഡാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? എല്ലാം കണക്കാണെന്നേ. ഈ മമ്മൂക്കയുടെ ഇടയിലും കുറേ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്, നല്ലവരല്ല, ടോക്സിക് ആയിട്ടുള്ള ടീമുകളുണ്ട്. അവര് ലാലേട്ടനെയും ഇതേപോലെ ഇതിന് കൗണ്ടറായിട്ട് ചളിവാരിയിട്ട് എറിയുന്നുണ്ട്, വേറെ തലത്തിലുള്ള പോസ്റ്റുകളും പരിപാടികളൊക്കെ ഇറക്കിയിട്ട്. ഈ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. രണ്ട് ടീമുകളുടെ ടോക്സിക് ടീമുകളും കണക്കാണ്. കഷ്ടം. നല്ല രീതിയിൽ ഫാൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കും കൂടിയിട്ട് ഈ ദുരിതം പിടിച്ചവന്മാർ ഭയങ്കര നാണക്കേടാണെന്നേ, നാണംകേടാണ്. ടോക്സിക് ബ്ലഡി ഫാൻസ് രണ്ടെണ്ണത്തിൻ്റെയാണ് പറയണത്, രണ്ടെണ്ണത്തിൻ്റെയും. മമ്മൂട്ടിയും സിഗരറ്റുമാണല്ലോ ഇന്നത്തെ വിഷയം. മമ്മൂട്ടി സ്കൂൾ കലോത്സവ ചടങ്ങിൽ പ്രസംഗിച്ചത് മുഴുവൻ കേട്ടു. അതിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം കുട്ടികളോട് സിഗരറ്റ് വലിച്ചതും മറ്റും സംസാരിച്ചത് മാത്രമല്ല, അതിനിടയിൽ ഒരു സെൻറ്റൻസ്, വേണമെങ്കിൽ വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അന്ന് അത് ആരും കാണിച്ചിട്ടില്ല, ഇന്നത്തെ തലമുറയും കാണിക്കുന്നില്ല. ഇതായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചെറിയ ഒരു ഭാഗം. വിവേചനത്തിനെതിരെ സിഗരറ്റ് വലിയുമായി ബന്ധപ്പെടുത്തി കുട്ടികളോട് പറഞ്ഞതിനേക്കാൾ വിഷം എനിക്ക് ഈ വാക്കുകളിൽ പ്രതിഫലിച്ചതായി തോന്നി. ടു ബി ഫ്രാങ്ക്, ഞാനൊരു കാര്യം പറയട്ടെ. സൈക്കോളജിക്കലി സ്പീക്കിംഗ്, ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്, ബട്ട് സ്റ്റിൽ ഒരു കോമൺ സെൻസോട് കൂടിയിട്ട് ഞാൻ പറയാം. മമ്മൂക്കയുടെ ആ ഒരു പ്രസംഗം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഫ്ലോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോർമലി അത് കേട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പോസ്റ്റ് ഇട്ട ചങ്ങായി ചിന്തിച്ച പോലെ ഒന്നും ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ കേട്ടിട്ട് അതിൻ്റെ അകത്ത് മമ്മൂട്ടി പറഞ്ഞൊരു സംഭവത്തിൻ്റെ അകത്തുനിന്ന് ഡീപ്പായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ചങ്ങായി പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിച്ച് പോയിട്ട് നമ്മളെ തന്നെ വിഷമിപ്പിക്കണോ? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു സിറ്റുവേഷനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് തിരിച്ചു വിടുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളാണ് പ്രശ്നം. ചിന്തിക്കാത്ത ആൾക്കാരെ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിത് എടുത്തിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് അതുപോലെ ചിന്തിക്കല്ലേ, കുറച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആവാത്ത തരത്തിൽ ജീവിത സാഹചര്യത്തെ കൊണ്ടുപോകൂ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തോന്നത്തില്ല. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് കുത്തിയിരുന്നിട്ട് ഡീകോഡ് ചെയ്യാനും, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആയിരിക്കുമോ പറഞ്ഞത്, ഇങ്ങനെ ആയിരിക്കുമോ ഉദ്ദേശിച്ചത്, അങ്ങനെ ആയിരിക്കുമോ പറഞ്ഞത്, ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള രീതിയിലും കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പ്രശ്നമാണ് എന്നാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ
കാര്യങ്ങളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൂടി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതർവൈസ് നമ്മൾ എന്ത് കാര്യത്തിൻ്റെ അകത്തുനിന്നും ഒരു മിസ്റ്റേക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് പ്രശ്നമാണ്. അത് അവനവന് തന്നെ ലൈഫിൽ പ്രശ്നമായിട്ട് മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. ബാക്കി വായിക്കാം. എവിടെയത്? വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞു വയ്ക്കുന്നത്. അവരോടും ഒന്നും വിവേചനം കാണിച്ചിട്ടുമില്ല എന്നതാണ് പുള്ളി പറഞ്ഞതിലെ സാരാംശം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞത് ആരെയാണ്? നിറത്തിൻ്റെ, ജാതിയുടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യമാണ്. അങ്ങനെ ഏതിൻ്റെ ആയാലും ഉള്ളിൽ അത് കൊണ്ട് നടക്കുന്ന ഒരാളിൽ നിന്ന് പുറത്തേക്ക് തെവട്ടി വന്ന വാക്കുകളായേ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. ഓക്കെ, ഓരോ ആൾക്കാർ ഓരോ തലത്തിലാണ് വ്യാഖ്യാനിക്കുക. അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യാഖ്യാനിച്ചോളൂ, അത് ഓരോ ആൾക്കാരുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള പോസ്റ്റുകളാണ് വേർതിരിവുകൾ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്ന സമയത്തല്ലേ ആളുകളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തൊരു വേർതിരിവുകൾ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് വ്യത്യാസമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. നിങ്ങൾ വെറുതെ എന്നെ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ വരരുത് കേട്ടോ. ഞാൻ പറയുകയാണ്, ഞാൻ വളരെ മാന്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് പോലെ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് വന്ന് കമൻറ്റിൽ ക്രിട്ടിസൈസ് ചെയ്തോ, അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ എന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചീത്ത വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ ആക്ഷേപിച്ചിട്ടോ കാര്യമില്ല. അതൊരു ക്വാളിറ്റി ഇല്ലായ്മയായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളോടാണ് കൂട്ടുകൂടുന്നത്, അതുകൊണ്ട് എനിക്ക് ജാതി വിവേചനമില്ല എന്ന് ഒരു വ്യക്തി വീമ്പ് പറഞ്ഞാൽ അത് അയാളുടെ ക്വാളിറ്റി ആകുമോ, അതോ ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നതായി കരുതണോ? മമ്മൂട്ടി പറഞ്ഞതും ഈ വീമ്പ് പറച്ചിലും ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എങ്ങനെ എന്നറിയില്ല. പുള്ളിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പക്ഷേ പുള്ളി വല്ലാതെ അങ്ങ് ചിന്തിച്ചിരിക്കണം ഈ ഒരു കാര്യം കേട്ടിട്ട്. ടു ബി ഫ്രാങ്ക് മാൻ, ഈ പോസ്റ്റിട്ട ആളുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയായിരിക്കും അല്ലേ എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത്? അയാളോടൊരു കാര്യം നമ്മൾ അയാളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അയാളോടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് സംസാരിക്കേണ്ടി വരും. കാരണം എന്താണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ പോസ്റ്റിട്ട ആളെ പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള രീതിയിൽ ഓവർ തിങ്കിങ് കാരണം തന്നെ ആളുകളോടൊരു അകൽച്ച, അടുപ്പക്കുറവ്, ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും പറയണത്, എന്തിനാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? ഒരു വശത്ത് കാതലും പുഴവും ഒക്കെ ചെയ്ത് മമ്മൂട്ടി എന്ന നടൻ മാതൃകയാവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊതുസ്ഥലത്തെ ഇത്തരം വാക്കുകൾ തീർത്തും നിരാശാജനകമാണ്. സിനിമയിലെ ഉത്തമ പുരുഷനെ കണ്ടു കൈയടിക്കുന്നത് പോലെ ഒരുപാട് കുട്ടികൾ അവിടെ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഈ വാക്കുകൾക്ക് അവർ ഭാവിയിൽ പറയാൻ ഇടവരാതിരിക്കട്ടെ. നീ ഇന്ന ജാതി മതം നിറം ആയിരുന്നിട്ടും നിന്നെ നമ്മുടെ കൂടെ കൂട്ടിയത് നമ്മുടെ വലിയ മനസ്സാണ്. ഇതിൻ്റെ അകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഇന്ന നിറമെന്നോ, അല്ലെങ്കിൽ ഇന്ന ജാതി താഴ്ന്നത്, ഇന്ന ജാതി വലുത്, ഇന്ന ജാതിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇന്ന ജാതിയെ കൂട്ടുപിടിക്കണം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും മെൻഷൻസ് നടത്തിയിട്ടുണ്ടോ? ഒരിക്കലും പുള്ളി അത്തരത്തിലുള്ള മെൻഷൻസ് ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ നടത്തിയിട്ടില്ല. പുള്ളി വളരെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ജനറലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ആർക്കും വിവേചനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഉണ്ടാവരുത്, അല്ലെങ്കിൽ അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടാവരുത്, ഇനി അങ്ങോട്ടും ഉണ്ടാവരുത്, വിജയമാണ് ലക്ഷ്യം എന്നോ അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് പറഞ്ഞത്. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ അകത്ത് ഇത് സിമ്പിൾ പരിപാടിയത്. ഇതിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സുഖമാണ്.
ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരോധവും തോന്നത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നോക്കൂ, ഇയാളിട്ട പോസ്റ്റിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എന്താണ് ഉപയോഗിക്കാത്ത കാര്യങ്ങൾ വരെ ഇതിനകത്ത് നിറമോ ജാതിയോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ട് മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് മെൻഷൻ ചെയ്തിട്ടാണ് അടിച്ച് കലക്കി വിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാ ടോക്സിക് ആവുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരാണ് പടച്ചിറക്കി വിടുന്നത്? ഈ പോസ്റ്റ് മുതലാളിമാരാണോ അതോ മമ്മൂട്ടിയാണോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ എതിർക്കാൻ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സിഗരറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഈ സിനിമയുടെ കാര്യം ഞാൻ പറയും. സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ സിനിമയിലുള്ള ക്രൈംസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അങ്ങനത്തെ സിനിമകളൊക്കെ എന്തിനാണ് ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൻ്റെ അതിപ്പോൾ മമ്മൂക്ക സിഗരറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ എല്ലാ പിള്ളേരെയും സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിള്ളേർക്കും ചിന്തിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കണം. പിന്നെ ഈ മമ്മൂക്ക ഈ സ്റ്റേജിൻ്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മമ്മൂട്ടി പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ 4 സിഗരറ്റ് അങ്ങ് വലിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ അഡിക്ഷൻ കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ വളരെ കഷ്ടമാണ്. ഒരാൾ പറയുന്നത് കേട്ടിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ടിട്ടും ഒക്കെ പെട്ടെന്ന് തലച്ചോറിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. അതിപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഏതാളുകളായിക്കോട്ടെ, അവർക്ക് ഇന്ന കാരണം വേണം, ഇന്ന ആൾ പറയണം എന്നൊന്നുമില്ല. അങ്ങനെ എന്ത് കേട്ടാലും എന്ത് കണ്ടാലും പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അനുകരിക്കാൻ പ്രവണതയുള്ള ആൾക്കാർ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ അനുകരിക്കും. എന്താണ് പറയുക, അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകും. അത് പ്രശ്നമാണ്. അത്തരത്തിലുള്ള പിള്ളേരായിക്കോട്ടെ, അത്തരത്തിലുള്ള ആൾക്കാർ വല്ല കൗൺസിലിങ്ങിനോ ഒക്കെ പോകുന്നത് ആക്ച്വലി നല്ലതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഒരു ആൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, എന്നാൽ ഞാനങ്ങ് വലിച്ചേക്കാം, അല്ലെങ്കിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, എന്നാൽ പിന്നെ നല്ലൊരു പരിപാടി ഞാനങ്ങ് ചെയ്തേക്കാം എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ റോട്ടിലിറങ്ങിയിട്ട് ഒരാൾ തൂർണ്ണ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഞാനും അങ്ങ് റോട്ടിലിറങ്ങിയിട്ട് തൂറാമെന്ന് വിചാരിച്ച് പോയി തൂറും. അപ്പോൾ എപ്പോഴും ഇപ്പം നമ്മളൊക്കെ നമുക്ക് എനിക്കിപ്പോൾ 30 വയസ്സായി. ഞാനൊക്കെ മുമ്പൊക്കെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. എനിക്ക് സിഗരറ്റ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ, ഹാബിറ്റായിട്ട്. പക്ഷേ നമുക്ക് തന്നെ ഒരു ബോധമുണ്ട്, ഇത് വലിക്കുന്നത് പ്രശ്നമാണെന്ന് നമുക്കറിയാം. അതൊരു തിരിച്ചറിവാണ്. ഇത് വലിക്കുന്നത് പ്രശ്നമാണ്, ഹാർട്ടിന് പ്രശ്നം വരും, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, മറ്റ് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്, നിർത്തിയില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ളൊരു നമുക്കൊരു ഇതാരും പറഞ്ഞു തന്നിട്ടല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ബോധമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പാരൻസിൻ്റെയും കൂടി കടമയാണ് കുട്ടികൾ എന്തൊക്കെ അത് ഇത് എന്നൊരു സംഭവം. പക്ഷെ എത്ര നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ കാലത്ത് പിള്ളേർ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആക്റ്റീവാണ്. കൂട്ടുകൂടുന്ന സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെയൊക്കെ ആക്ച്വലി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ സ്വയമായിട്ടൊരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ട് അറിയുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം ആക്ച്വലി ഉണ്ട്. അതൊക്കെ അവനവൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു എഫേർട്ടാണ്. ഇപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് നിർത്തിയത്. പക്ഷെ നിർത്താൻ നന്നായിട്ട് പാടുപെട്ടു. പക്ഷേ നിർത്തണം, ഇത് പ്രശ്നമാണ് ഉള്ള ഒരു ഉറച്ച അറിവ് ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിർത്താൻ വേണ്ടി പാടുപെട്ടിട്ടാണെങ്കിലും നിർത്തി. അത് നിർത്തിയപ്പോൾ നല്ല സമാധാനമുണ്ട്, നല്ല സുഖമുണ്ട്. അതിന് ശേഷമാണെങ്കിൽ എൻ്റെ മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ. ഇപ്പോൾ ജയിലറിൻ്റെ അകത്താണെങ്കിലും സിഗരറ്റ് വലിക്കുന്ന സീനുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ രജനീകാന്ത് വലിക്കുന്നു, മോഹൻലാൽ വലിക്കുന്നു, മമ്മൂട്ടി വലിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കും ഇരുന്ന് വലിക്കുക. പക്ഷെ നമ്മൾ പൊട്ടന്മാരാവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ പൊട്ടന്മാരാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരൊക്കെ വലിക്കുന്നതും പുകയ്ക്കുന്നതും ഒക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിരുന്നിട്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്യരുത്, ഇവരിങ്ങനെ ചെയ്യരുത്, ഇവരിത്ര വലിയ ആൾക്കാരാണ്, ആളുകൾ അറിയുന്ന ആൾക്കാരാണ്, അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കണം, അവർ റെസ്പോൺസിബിൾ ആവണം, അവരങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, ഇത് കുട്ടികൾ കാണുന്നു, മറ്റവർ കാണുന്നു, മറിച്ചവർ കാണുന്നു, ഇത് പറഞ്ഞിട്ട് എന്താണ്? അപ്പോൾ പിള്ളേരെന്താണ് പിന്നെ ഇത് എന്താണ് ഇത്തരത്തിലുള്ള ശീലങ്ങളിലേക്ക് ഇവരാരും പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഇവരാരും ചെയ്തില്ലെങ്കിലും ഒന്നും ഈ ശീലങ്ങളിലേക്കൊന്നും ആരും എത്തില്ലേ? പിന്നെ പണ്ട് ടി വി ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ ഇതൊന്നും വലിയ ആക്റ്റീവ് അല്ലാത്ത കാലത്ത്
ഈ എന്താണ് ആൾക്കാർ സിഗരറ്റും ബീഡിയും വലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വല്ല സെലിബ്രിറ്റീസ് വന്നിരുന്ന് പറഞ്ഞതും അല്ലെങ്കിൽ കണ്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. ഒരു ടൈം എത്തുന്ന സമയത്ത് ഈ പിള്ളേർക്കൊക്കെ ചില കാര്യങ്ങളോടൊരു കൗതുകം തോന്നും. അങ്ങനെ കൗതുകം തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൗതുകം തോന്നുന്ന സമയത്ത് ഓരോ ട്രയൽ നടത്തി നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലരും അഡിക്റ്റ് ആവുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അതൊന്നും ചെയ്യരുത്. ഇതിൻ്റെ അകത്ത് ഇപ്പം മമ്മൂട്ടി പറഞ്ഞൊരു സംഭവത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും വിവരം ബോധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ സ്പൂൺ ഫീഡിങ് നടക്കണ കാര്യമല്ല. ഇതിൻ്റെ അകത്ത് പുള്ളി ഉദ്ദേശിച്ചൊരു സംഭവം, ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചു, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചു. ഒരു ഉദാഹരണമാണ് ആ സിഗരറ്റ് എന്ന് പറയുന്നൊരു സംഭവം. ഒരു തരത്തിലുള്ള വിവേചനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിലൊരു ഉദാഹരണമായിട്ട് സിഗരറ്റ് ഉപയോഗിച്ചു. വേണമെങ്കിൽ പറയാം മമ്മൂക്ക, നിങ്ങൾ സിഗരറ്റിൻ്റെ കാര്യം പറയണ്ടായിരുന്നു, വേറെ വല്ല ഉദാഹരണം പറയാമായിരുന്നു എന്ന് ഹെൽത്തി ആയിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പല ആൾക്കാരുടെയും കാണിച്ചുകൂടൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ മഹാപരാധമൊക്കെ ചെയ്ത പോലെ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കുന്ന തരത്തിലൊക്കെയാണ്. കഷ്ടം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബൈ ബൈ.